ദൈവനാമത്തിന് മഹത്വം. സിയോൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം മത്തായി സുവിശേഷത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയത് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ, തിരുവനന്തപുരം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം മുത്താഴം. മത്തായിയുടെ സുവിശേഷം 22:4. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 7 അക്ഷര പദം, അതിനകത്ത് പഴയ നിയമ പ്രവാചകന്റെ പേരും യേശുവിൻ്റെ ഒരു ശിഷ്യന്റെ പേരുമുണ്ട്. ഏതാണ് ആ പദം? ഉത്തരം ബർയോന ഷീമോൻ. പഴയ നിയമ പ്രവാചകൻ യോന, ശിഷ്യൻ ഷീമോൻ. മത്തായി 16:17, 10:4. പഴയ നിയമ പുസ്തകത്തിൽ യോനയുടെ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം ഇതാണ്: പ്രകാശം ഉദിച്ചത് ആർക്കാണ്? ഉത്തരം മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക്. മത്തായി 4:15. അടുത്ത ചോദ്യം: യേശുവിന് വിശന്നത് എപ്പോഴാണ്? ഉത്തരം 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം. മത്തായി 4:2. അടുത്ത ചോദ്യം: യോസെഫ് നീതിമാനാകൊണ്ടും മറിയയ്ക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ എങ്ങനെ ഉപേക്ഷിക്കാനാണ് തീരുമാനിച്ചത്? ഉത്തരം ഗൂഢമായി. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യം. അടുത്ത ചോദ്യം: ഹെരോദാവ് വിദ്വാൻമാരോട് സൂക്ഷ്മമായി എന്താണ് ചോദിച്ചറിഞ്ഞത്? ഉത്തരം നക്ഷത്രം വെളിവായ സമയം. മത്തായി 2:7. അടുത്ത ചോദ്യം: യോസെഫും യേശുവും മറിയയും എത്ര നാളാണ് മിസ്രയീമിൽ പാർത്തത്? ഉത്തരം ഹെരോദാവിൻ്റെ മരണത്തോളം. മത്തായി 2:14, 15. അടുത്ത ചോദ്യം: യേശു നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാവുവാൻ തക്കവണ്ണം ഏത് ഗ്രാമത്തിലാണ് പാർത്തത്? ഉത്തരം നസ്രത്തിൽ. മത്തായി 2:23. അടുത്ത ചോദ്യം: യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചത് ആരാണ്? ഉത്തരം യോഹന്നാൻ സ്നാപകൻ. മത്തായി 3:1. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നത് എന്തിനെയാണ്? ഉത്തരം പതിർ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം: നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞ് ആരാണ് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം പരീക്ഷകൻ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം ഇതാണ്: ആരാണ് യേശുവിനെ ശുശ്രൂഷിച്ചത്? ഉത്തരം ദൂതന്മാർ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം: യേശു ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ആരെയൊക്കെയാണ് കടലിൽ വല വീശുന്നത് കണ്ടത്? ഉത്തരം പത്രോസ് എന്ന പേരുള്ള ശീമോൻ, അന്ത്രയോസ്. മത്തായി 4:18. അടുത്ത ചോദ്യം: യേശുവിൻ്റെ ശ്രുതി പരന്നത് എവിടെയാണ്? ഉത്തരം സുറിയയിൽ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ആരെയാണ് ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നത്? ഉത്തരം സമാധാനം ഉണ്ടാക്കുന്നവരെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം: വിളക്ക് കത്തിച്ച് വയ്ക്കുന്നത് എവിടെയാണ്? ഉത്തരം തണ്ടിന്മേൽ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത ചോദ്യം: സഹോദരനോട് എന്തു പറയുന്നവനാണ് അഗ്നി നരകത്തിന് യോഗ്യനാകുന്നത്? ഉത്തരം മൂഢ എന്ന്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മത്തായി 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മൃഗം ഏതാണ്? ഉത്തരം ഒട്ടകം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം
4-ാം വാക്യം. അടുത്ത ചോദ്യം, ഏതൊക്കെ ഇടങ്ങളിൽ നിന്നാണ് വളരെ പുരുഷാരം യേശുവിനെ പിന്തുടർന്നത്? ഉത്തരം, ഗലീല, ദെക്കപ്പൊലി, യെരൂശലേം, യഹൂദ്യ, യോർദാനക്കരെ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 25-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വേലക്കാരൻ എന്തിനാണ് യോഗ്യൻ? ഉത്തരം, തൻ്റെ ആഹാരത്തിന്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആര് വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല? ഉത്തരം, മനുഷ്യപുത്രൻ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 23-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് തോന്നുന്നത് ആർക്കാണ്? ഉത്തരം, ജാതികൾക്ക്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം ഇതാണ്, ശരീരത്തിൻ്റെ വിളക്ക് എന്താണ്? ഉത്തരം, കണ്ണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഉടുപ്പിനേക്കാൾ വലുത് എന്താണ്? ഉത്തരം, ശരീരം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-ാം വാക്യം. അടുത്ത ചോദ്യം, വിശുദ്ധമായത് ആർക്ക് കൊടുക്കരുത്? ഉത്തരം, നായ്ക്കൾക്ക്. മത്തായി 7:6. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാശത്തിലേക്ക് പോകുന്ന വഴി എങ്ങനെയുള്ളതാണ്? ഉത്തരം, വിശാലമായത്. മത്തായി 7:13. അടുത്ത ചോദ്യം, യേശു ദുരാത്മാക്കളെ എങ്ങനെയാണ് പുറത്താക്കിയത്? ഉത്തരം, വാക്കുകൊണ്ട്. മത്തായി 8:16. അടുത്ത ചോദ്യം, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം, പക്ഷവാതക്കാരനോട്. മത്തായി 9:2. അടുത്ത ചോദ്യം, ആരാണ് യേശു ദൈവദൂഷണം പറയുന്നുവെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞത്? ഉത്തരം, ശാസ്ത്രിമാരിൽ ചിലർ. മത്തായി 9:3. അടുത്ത ചോദ്യം, ഞങ്ങളും ശിഷ്യന്മാരും വളരെ ഉപവസിക്കുന്നുവെന്ന് ആരാണ് യേശുവിനോട് പറഞ്ഞത്? ഉത്തരം, യോഹന്നാൻ്റെ ശിഷ്യന്മാർ. മത്തായി 9:14. അടുത്ത ചോദ്യം, യേശുവിനെ പരിഹസിച്ചവർ ആരാണ്? ഉത്തരം, കുഴലൂതുന്നവരും ആരവാരവ കൂട്ടവും. 9:23-24 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഊമൻ സംസാരിച്ചത് എപ്പോഴാണ്? ഉത്തരം, ഭൂതത്തെ പുറത്താക്കിയ ശേഷം. മത്തായി 9:33. അടുത്ത ചോദ്യം, ചെന്നായ്ക്കളുടെ നടുവിൽ എന്തിനെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം, ആടിനെ പോലെ. മത്തായി 10:16. അടുത്ത ചോദ്യം, ആരാണ് രക്ഷിക്കപ്പെടുന്നത്? ഉത്തരം, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ. മത്തായി 10:22. അടുത്ത ചോദ്യം, ആരെപ്പോലെ ആകുന്നത് ശിഷ്യന് മതി? ഉത്തരം, ഗുരുവിനെ പോലെ. മത്തായി 10:25. അടുത്ത ചോദ്യം, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമുക്ക് എന്താണ് തരുന്നത്? ഉത്തരം, പ്രതിഫലം. മത്തായി 6:6. അടുത്ത ചോദ്യം, ധനം, നിക്ഷേപം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പദം ഏതാണ്? ഉത്തരം, മാമ്മോൻ. മത്തായി 6:24. അടുത്ത ചോദ്യം, വായിൽ നിന്ന് പുറപ്പെടുന്നത് എവിടെ നിന്നാണ് വരുന്നത്? ഉത്തരം, ഹൃദയത്തിൽ നിന്ന്.
മത്തായി 15:18. അടുത്ത ചോദ്യം, മാർദ്ദവ വസ്ത്രം ധരിക്കുന്നവർ ഉള്ളത് എവിടെയാണ്? ഉത്തരം, രാജഗൃഹങ്ങളിൽ. മത്തായി 11:8. അടുത്ത ചോദ്യം, സ്വർഗരാജ്യം പിടിച്ചടക്കുന്നത് ആരാണ്? ഉത്തരം, ബലാത്കാരികൾ. മത്തായി 11:12. അടുത്ത ചോദ്യം, തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നത് ആരാണ്? ഉത്തരം, യോഹന്നാൻ. മത്തായി 11:18. അടുത്ത ചോദ്യം, വൃക്ഷം അറിയുന്നത് എന്തിനെ കൊണ്ടാണ്? ഉത്തരം, ഫലം കൊണ്ട്. മത്തായി 12:33. അടുത്ത ചോദ്യം, അശുദ്ധാത്മാവ് എവിടെയാണ് തണുപ്പന്വേഷിച്ച് സഞ്ചരിക്കുന്നത്? ഉത്തരം, നീരില്ലാത്ത സ്ഥലങ്ങളിൽ. മത്തായി 12:43. അടുത്ത ചോദ്യം, യേശു ആരുടെ നേരെ കൈനീട്ടിയാണ് ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരുമെന്ന് പറഞ്ഞത്? ഉത്തരം, ശിഷ്യന്മാരുടെ. മത്തായി 12:49. അടുത്ത ചോദ്യം, പാറസ്ഥലത്ത് വിതച്ചത് എന്തുകൊണ്ടാണ് ക്ഷണത്തിൽ മുളച്ചു വന്നത്? ഉത്തരം, മണ്ണിന് താഴ്ചയില്ലായ്ക. 13:5. അടുത്ത ചോദ്യം, വചനത്തെ ഞെരുക്കുന്ന 2 കാര്യങ്ങൾ. ഉത്തരം, ലോകത്തിൻ്റെ ചിന്ത, ധനത്തിൻ്റെ വഞ്ചന. 13:22. അടുത്ത ചോദ്യം, ആരാണ് യജമാനനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചത്? ഉത്തരം, വീട്ടുടയവൻ്റെ ദാസന്മാർ. മത്തായിയുടെ സുവിശേഷം 13:27. അടുത്ത ചോദ്യം, ആരാണ് പിതാവിൻ്റെ നഗരത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്നത്? ഉത്തരം, നീതിമാന്മാർ. മത്തായി 13:43. അടുത്ത ചോദ്യം, ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഇടപ്രഭു ആരാണ്? ഉത്തരം, ഹെരോദാവ്. മത്തായി 14:1. അടുത്ത ചോദ്യം, 5 അപ്പവും 2 മീനും തിന്നത് എത്ര പുരുഷന്മാരാണ്? ഉത്തരം, 5000. 14:21. അടുത്ത ചോദ്യം, 7 അപ്പവും കുറെ ചെറുമീനും തിന്നവർ എത്ര പുരുഷന്മാരാണ്? ഉത്തരം, 4000. 15:36, 38 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, കപർന്നഭൂമിൽ നടന്ന വീര്യപ്രവർത്തികൾ എവിടെ നടന്നിരുന്നുവെങ്കിൽ അതിന്ന് വരെ നിൽക്കുമായിരുന്നു? ഉത്തരം, സോദോമിൽ. മത്തായി 11:23. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് യേശു പടകിൽ കയറി ഇരുന്നത്? ഉത്തരം, വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നതുകൊണ്ട്. മത്തായി 13:2. അടുത്ത ചോദ്യം, ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ആരാണ് പറയുന്നത്? ഉത്തരം, ശാസ്ത്രിമാർ. മത്തായി 17:10. അടുത്ത ചോദ്യം, 2 കുരുടന്മാർ എവിടെയാണ് ഇരുന്നത്? ഉത്തരം, വഴിയരികെ. മത്തായി 20:30. അടുത്ത ചോദ്യം, ആരാണ് യേശുവിനോട് അപേക്ഷ കഴിച്ചത്? ഉത്തരം, സെബദിപുത്രന്മാരുടെ അമ്മ. മത്തായിയുടെ സുവിശേഷം 20-ാം വാക്യം. അടുത്ത ചോദ്യം, ആകാശത്ത് നിന്ന് ഒരടയാളം കാണിച്ചു തരണമെന്ന് പരീക്ഷിച്ച് ചോദിച്ചത് ആരാണ്? ഉത്തരം, പരീശന്മാരും സദൂക്യരും. മത്തായി 16:1. അടുത്ത ചോദ്യം, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നവർ എന്താണ് പ്രമാണിക്കേണ്ടത്? ഉത്തരം, കൽപ്പനകൾ. മത്തായി 19:17. അടുത്ത ചോദ്യം, വചനം കേട്ട് ദുഃഖിച്ച് പൊയ്ക്കളഞ്ഞത് ആരാണ്?
ഉത്തരം യൗവനക്കാരൻ. മത്തായി 19:22. അടുത്ത ചോദ്യം, യേശു ശിഷ്യന്മാരുടെ നടുവിൽ നിർത്തിയത് ആരെയാണ്? ഉത്തരം ശിശുവിനെ. മത്തായി 18:1-2 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, എന്ത് നിമിത്തമാണ് ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്? ഉത്തരം ഹൃദയകാഠിന്യം. മത്തായി 19:8. അടുത്ത ചോദ്യം, എന്ത് രോഗം പിടിച്ച മകൻ്റെ പിതാവാണ് യേശുവിൻ്റെ മുൻപാകെ മുട്ടുകുത്തിയത്? ഉത്തരം ചന്ദ്രരോഗം. മത്തായി 17:14-15 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഭയപ്പെട്ട് കവിണ്ണു വീണവർ ആരാണ്? ഉത്തരം ശിഷ്യന്മാർ. മത്തായി 17:6. അടുത്ത ചോദ്യം, എന്ത് ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം? ഉത്തരം ഇടർച്ച. മത്തായി 18:7. അടുത്ത ചോദ്യം, എന്തിനു വേണ്ടിയാണ് ശിശുക്കളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്? ഉത്തരം യേശു കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന്. മത്തായി 19:13. അടുത്ത ചോദ്യം, എവിടെ നിന്നാണ് ഇവർ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിനെന്ന് ശബ്ദമുണ്ടായത്? ഉത്തരം മേഘത്തിൽ നിന്ന്. മത്തായി 17:5. അടുത്ത ചോദ്യം, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ആരാണ് യേശുവിനോട് ചോദിച്ചത്? ഉത്തരം പത്രോസ്. മത്തായി 19:27. അടുത്ത ചോദ്യം, ഇവർ സ്വാഭാവികമായിട്ടുള്ളവർ, മനുഷ്യർ ആക്കിയവർ, സ്വയം ആക്കപ്പെട്ടവർ ആരാണിവർ? ഉത്തരം ഷണ്ണന്മാർ. മത്തായി 19:12. അടുത്ത ചോദ്യം, യേശു രാത്രി പാർത്തത് എവിടെയാണ്? ഉത്തരം ബഥാനിയയിൽ. മത്തായിയുടെ സുവിശേഷം 21:27. അടുത്ത ചോദ്യം, എവിടെയാണ് വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞത്? ഉത്തരം കല്യാണശാലയിൽ. മത്തായി 22:10. അടുത്ത ചോദ്യം, മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നവർ ആരാണ്? ഉത്തരം പരീശന്മാരും ശാസ്ത്രിമാരും. 23:2. അടുത്ത ചോദ്യം, ശാസ്ത്രിമാരും പരീശന്മാരും വലുതാക്കുന്നത് എന്താണ്? ഉത്തരം തൊങ്ങൽ. മത്തായിയുടെ സുവിശേഷം 23:2-5 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം നിത്യാഗ്നി. മത്തായിയുടെ സുവിശേഷം 25:41. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നത്? ഉത്തരം അധർമ്മം പെരുകുന്നത് കൊണ്ട്. മത്തായി 24:12. അടുത്ത ചോദ്യം, എവിടെയുള്ളവർ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്? ഉത്തരം വയലിലുള്ളവർ. മത്തായി 24:18. അടുത്ത ചോദ്യം, ആര് നിമിത്തമാണ് ആ നാളുകൾ ചുരുങ്ങുന്നത്? ഉത്തരം വൃദ്ധന്മാർ നിമിത്തം. മത്തായി 24:22. അടുത്ത ചോദ്യം, അത്തിയുടെ എന്ത് തളിർക്കുമ്പോഴാണ് വേനൽ അടുക്കുമെന്ന് നമ്മൾ അറിയുന്നത്? ഉത്തരം ഇല. മത്തായി 24:32. അടുത്ത ചോദ്യം, കപടഭക്തിക്കാരായ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും എങ്ങനെയുള്ള ശിക്ഷാവിധിയാണ് വരുന്നത്? ഉത്തരം കടുമയേറിയ. മത്തായി 23:13. അടുത്ത ചോദ്യം, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും പതാരം കൊടുക്കുന്നത് എന്തിലൊക്കെയാണ്? ഉത്തരം തുളസി, ചതുകുപ്പ, ജീരകം. മത്തായി 23:23. അടുത്ത ചോദ്യം, അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു, ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല.
യേശു ഇതാരോടാണ് പറഞ്ഞത്? ഉത്തരം പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും. മത്തായി 23:1-4 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യേശു ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രന് ഹോശന്ന എന്ന് ദൈവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടവർ ആരാണ്? ഉത്തരം മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും. മത്തായി 21:15. അടുത്ത ചോദ്യം, വഴിപാടിനെ ശുദ്ധീകരിക്കുന്നത് എന്താണ്? ഉത്തരം യാഗപീഠം. മത്തായി 28:19. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ പിന്നെയും ഉറങ്ങിയത്? ഉത്തരം കണ്ണിന് ഭാരമേറുകയാണ്. മത്തായി 26:40-43. അടുത്ത ചോദ്യം, ആരാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചത്? ഉത്തരം ആത്മാവ്. അടുത്ത ചോദ്യം, ബലഹീനമത്രേ എന്താണ്? ഉത്തരം ജഡം. മത്തായിയുടെ സുവിശേഷം 26:41. അടുത്ത ചോദ്യം, കല്ല് ഉരുട്ടി നീക്കിയത് ആരാണ്? ഉത്തരം കർത്താവിൻ്റെ ദൂതൻ. മത്തായി 28:2. അടുത്ത ചോദ്യം, യേശുവിനെ കൊല്ലുവാൻ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും കൂടി വിചാരിച്ച സമയം ഏതാണ്? ഉത്തരം പുലർച്ചെ. മത്തായി 27:1. അടുത്ത ചോദ്യം, ശ്രുതിപ്പെട്ട തടവുകാരൻ ആരാണ്? ഉത്തരം ബറാബാസ്. മത്തായിയുടെ സുവിശേഷം 27:16. അടുത്ത ചോദ്യം, അസൂയ കൊണ്ടാകുന്നു യേശുവിനെ ഏൽപ്പിച്ചതെന്ന് ഗ്രഹിച്ചവൻ ആരാണ്? ഉത്തരം പീലാത്തോസ്. മത്തായി 27:18. അടുത്ത ചോദ്യം, പടയാളികൾ യേശുവിൻ്റെ വലം കൈയിൽ എന്താണ് കൊടുത്തത്? ഉത്തരം ഒരു കോൽ. മത്തായി 27:27-29 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യേശു കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയത് എത്ര ശിഷ്യന്മാരാണ്? ഉത്തരം 11. മത്തായി 28:16. അടുത്ത ചോദ്യം, ക്ഷേത്രം വക സമ്പത്തിന് പറയുന്ന പേര് ഏതാണ് ആ പദം? ഉത്തരം ശ്രീഭണ്ഡാരം. മത്തായി 27:6. അടുത്ത ചോദ്യം, ജന്മിയുടെ വസ്തുക്കൾ കൃഷി ചെയ്യുന്നവർ, പാട്ടക്കാരൻ, ഇവർക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം കുടിയാന്മാർ. മത്തായി 21:33, 34, 35 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മത്തായി 20 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്ന പക്ഷികൾ ഏതൊക്കെയാണ്? ഉത്തരം കഴുകൻ, പ്രാവ്, കോഴി. 21:12, 24:28, 23:37. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. മറ്റുള്ള പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും എല്ലാവരെയും ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്.